വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സുധി ഈവനിങ് വ്ലോഗിലോട്ട് സ്വാഗതം. അത് ബാക്കിൽ 4-5 പോത്തുകൾ വരുന്നത് കണ്ടോ? ഫുഡ് വരുന്നതാട്ടോ. ഇതിപ്പോ ഒരെണ്ണം അങ്ങോട്ട് ഓടി പോകുന്നുണ്ട്. എനിക്കിത് കണ്ടപ്പോ ഒരു സിനിമയാട്ടോ പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇത് പോണമെങ്കിൽ ബ്രഹ്മയുഗത്തില് മമ്മൂട്ടി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, താഴ്മയായി അപേക്ഷിക്കണം. അതായത് മാക്സിമം താഴ്മയായി അപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് മമ്മൂട്ടി പറയുന്നതാട്ടോ. എനിക്ക് പെട്ടെന്ന് മമ്മൂട്ടി ആ സിനിമയിൽ പറഞ്ഞു. ആ ബ്രഹ്മയുഗം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് കണ്ടോളൂ കേട്ടോ. അത് കുറെ ബി.എഡ് ട്രോൾസിലൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ഭയങ്കര കോമഡിയാണ്. മാക്സിമം പോത്ത് നടന്നു പോകുന്നുണ്ട്. പോത്തിനെ കൂടെ 3 പോത്തുകളാട്ടോ. 1 2 3 4 കൊക്കുകളും കൂടെ പോകുന്നുണ്ട് കേട്ടോ. സോ പോത്തുകളെല്ലാം കൂടെ പുല്ല് നിന്ന് അങ്ങോട്ട് പോവാട്ടോ. അവിടെ നേരത്തെ ആട് തിന്നിട്ട് പോയതാ. ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും പോത്തുകൾ വരാൻ തുടങ്ങി കേട്ടോ, പുല്ല് തിന്നാനായിട്ട്. സോ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് പോട്ടെ. ഇപ്പം അതിൻ്റെ പണി നോക്കി പോട്ടെ. നമുക്ക് കുറച്ച് വ്ളോഗ് ഞാൻ കുറച്ച് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് വന്നിട്ട് ഞാനിത് ഇന്ത്യൻ വർക്ക്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ഷോർട്സ് പോലെ നോക്കിയാണ്. പക്ഷെ അത് ടൈം എക്സ്റ്റെൻഡ് ആയതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് മേ ബി അത് ലോങ് ഷോർട്ട് ഏത് വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ലോങ് വ്ളോഗ്സും എടുത്ത് നോക്കിക്കോളൂ, ഷോർട്സും എടുത്ത് നോക്കിക്കോളൂ കേട്ടോ. സോ അത് എന്തായാലും പോത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പോത്ത് വരുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ പോത്തിൻ്റെ വീഡിയോസും കൂടി കാണിച്ചു തരാം കേട്ടോ. എത്ര പോത്തുകളാണ് പാടത്തൂടെ ഇങ്ങനെ പോകുന്നത് അതെല്ലാം ഞാൻ വീഡിയോസ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയാട്ടോ. ഒരു പോത്ത് അതിലേ പോകുന്നുണ്ട് കേട്ടോ. പുല്ല് നിന്നിട്ട് പോത്ത് പോവാട്ടോ. ഞാൻ അന്ന് വന്നപ്പോൾ ഇത് എൻ്റെ മുഖത്ത് നോക്കി പുല്ല് ചവച്ച് കാണിക്കായിരുന്നു കേട്ടോ പോത്ത്. സോ ഒന്നുകൂടെ വരുന്നുണ്ട്. ഇത് അവിടെ തന്നെ നിൽക്കുക കേട്ടോ. ഞാൻ ബാക്ക് ക്യാം ഓണാക്കി കാണിച്ചു. നല്ല കറുത്ത പോത്ത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. വേറെ 3 പോയതാട്ടോ. അതിനെ ഒറ്റയ്ക്കാക്കിയിട്ടും വേറെ 3 പോയി കേട്ടോ പോത്തുകള്. ഇത് ടോഗ കുരയ്ക്കുക കേട്ടോ. അത് വേറെ ഒന്നുകൂടി ഉണ്ടേ. ടോഗ അവിടെ നിന്ന് കുരയ്ക്കുന്നുണ്ട് കേട്ടോ. അവരിങ്ങനെ അനിമൽസിനെ ഒന്നും ഇഷ്ടമല്ല. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ അറിയാതെ കടിച്ച് കീറും മറ്റു ചെയ്താലേ നമുക്ക് പണി കിട്ടും. അതാ പോയിട്ടുണ്ട് കേട്ടോ വേറെ 2. ഇനി ഓരോന്നോരോ ഇപ്പൊ 3 4 5 വെളിയിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഓടുന്ന ഓട്ടം കണ്ടോ. ദൈവമേ, ഇത് എന്തൊരു ഓട്ടോ. അത് ചീറ്റപ്പുലി പോലും ഇത്ര പായില്ലല്ലോ ഭഗവാനെ. ഇനി ഉണ്ടെങ്കിൽ കാണിക്കാട്ടോ. പോത്ത് പോയിട്ടുണ്ട് കേട്ടോ. സോ ഞാൻ ടോഗോട് എടുത്ത് വന്നിരിക്കുക കേട്ടോ. നന്നായി കിടക്കുക കേട്ടോ, ചൂട് കാരണം. ഇത്തിരി കുറുമ്പ് കൂടുതലാട്ടോ. പിന്നെ വേറൊരു കാര്യം, ഞാൻ വേറൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കമലാദാസിന്റെ കുറച്ച് ഫേമസ് വർക്കുകളില്ലേ, അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം മാത്രമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് നോക്കിക്കോളൂ. പിന്നെ ഒരു വർക്കും കൂടി ഉണ്ടെന്ന് പറഞ്ഞു, ഗീതാഞ്ജലി. അപ്പം ഈ 2 വർക്കുകളും നോക്കട്ടെ. ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വരുന്നതാണ്. അപ്പം ഞാൻ പിന്നെ കുറച്ച് ഡ്രാമയുടെ കുറച്ച് പോയിന്റ്സും കൂടി പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതും കൂടി നോക്കുക കേട്ടോ. ഡ്രാമയുടെ കുറച്ച് പോയിന്റ്സ് കൂടി നോക്കുക കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും ഇനിയിപ്പോൾ ഈവനിങ് എങ്ങനെയുണ്ട് ക്ലൈമറ്റ് അതൊന്ന് നോക്കട്ടെ. ഇപ്പോൾ കുറച്ച് വെയിലുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാം. മരത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു അനക്കം കേട്ടു കേട്ടോ. എന്താണെന്നറിയില്ല, എന്തോ ഒരു സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇതാ നമ്മുടെ വള്ളിയെല്ലാം കായ്ച്ചിട്ടുണ്ട്. ഇത് എന്ത് വള്ളിയാന്ന് എനിക്കറിയില്ല. പക്ഷെ അത് കാഷ്നട്ടിൻ്റെ മരം നോക്കൂ. ഞാൻ പറഞ്ഞില്ലേ, എസ്തെറ്റിക് വൈബ്, സ്കൈ പ്ലസ് ട്രീ. അതായത് നല്ല എസ്തെറ്റിക് വൈബ് കേട്ടോ. ഇതിന് സീരിയസ്ലി ഫോക്കസ് ചെയ്ത് എടുക്കും കേട്ടോ അതെല്ലാം. ഈ ലീഫ് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാട്ടോ. അതായത് കുറേ ലീവ്സ്, അതായത് LEAVES ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ കാണാൻ. പിന്നെ കശുമാങ്ങയൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഒരു മാങ്ങ 2 അപ്പുറത്തിപ്പുറത്തുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഈവനിങ് വ്ളോഗ്, ഇന്നത്തെ ഈവനിങ് ചായ കട്ടാണേ. ഷുഗർ കട്ടായതുകൊണ്ട് ചായ കട്ടാണ് കേട്ടോ. സംഭാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത് കുറച്ചൊരു 2 o'clock ആയപ്പോൾ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ അത് കുടിക്കുന്നില്ല. ഇനി അവിടെ മാങ്ങയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ക്ലൈമറ്റ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാറ്റ് വരാനായിട്ട്
തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെടി വാട്ടം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഇന്ന് ഇത്തിരി ചൂട് കുറവാണ്, വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് തളിർത്തിട്ടുണ്ട്. തളിർക്കുക ഇൻ സെൻസ് നല്ല ഫ്രഷ് ആയിട്ട് ഇലകളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി നിൽക്കുന്നുണ്ട്. ഇവിടെ മാത്രം കുറച്ച് വാട്ടുണ്ടി, ഞാൻ പറഞ്ഞൊരു ടൊമാറ്റോ ആണ് തോന്നുന്നു, ഈ സംഭവത്തിൽ മാത്രം കുറച്ച് വാട്ടമുണ്ട് കേട്ടോ. പിന്നെ ഇത് ഓൾറെഡി വാടിപ്പോയിട്ടുണ്ട്. എന്താ കറിവേപ്പില, പിന്നെ ഇത് അവിടെ സപ്പോർട്ടാട്ടോ. പിന്നെ ഇത് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഇത് ഞാൻ ഇന്ന് പ്രൊഡക്റ്റീവ് ഡേയുടെ ഒരു റിസൾട്ട് പറയാനായിട്ട് വന്നതാട്ടോ. രാവിലെ എങ്ങനെയാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ എക്സസൈസ് എങ്ങനെയായിരുന്നു. കൃത്യം 6 മണിക്ക് എണിച്ചു. രാവിലെ ഒരു 1 അവർ കംപ്ലീറ്റ് നടന്നു. പിന്നെ കുറച്ച് മുറ്റം അടിക്കുക, കുറച്ച് കിച്ചൺ വർക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡ്രസ്സ് വാഷ് ചെയ്യുക, കല്ലിലിട്ട് അലക്കുക കേട്ടോ. അത് രണ്ടും കൂടി ചെയ്യുമ്പോൾ ഏകദേശം കൈക്ക് ബോൺസിനൊക്കെ ഒരു സ്ട്രെങ്ത് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടി ചെയ്തതാണ്. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ ഫുഡിൻ്റെ കേസിൽ ചോറ് തന്നെയാണ്, ചോറ് കഞ്ഞിയായിട്ടും കഴിക്കുക. പിന്നെ നമ്മളെ കൂടെ കറി എന്ത് കറി, വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് ചപ്പാത്തി, പിന്നെ കുറച്ച് ചോറ്, അങ്ങനെ ഇട്ടാട്ടോ ഇൻക്ലൂഡ് ചെയ്ത്. ഇനി എന്തായാലും രാത്രിക്ക് നല്ല ഫുഡ് കുറച്ചുകൂടി കുറയ്ക്കാൻ പോകും കേട്ടോ. അതായത് രാവിലെ ഉച്ചയ്ക്ക് ഒരുവിധം നന്നായി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും രാത്രിക്കുള്ളത് കുറയ്ക്കാൻ പോകും. ഇനി കുറച്ച് ഇലക്കറികൾ ആഡ് ചെയ്യാനായിട്ട് പോവുക കേട്ടോ. ഇനിയിപ്പോൾ വിഷു നാളെ വരികയല്ലേ, അപ്പോൾ വിഷുവിൻ്റെ ഒരു വ്ളോഗ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നോളൂ കേട്ടോ. പിന്നെ ഞാൻ കലണ്ടറിൽ നോക്കിയപ്പോൾ 15 വിഷുവിൻ്റെ ഡേറ്റ് വരുന്നത്. 14 ഇവിടെ അമ്പലത്തിൽ പൂജയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വ്ളോഗ് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എപ്പോഴും ആ സൈഡ് പോകുമ്പോൾ റേഞ്ചിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറ്റുവാണെങ്കിൽ ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഔട്ട്സൈഡായിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുവാണെങ്കിൽ നോക്കട്ടെ. അവിടെ നല്ല തിരക്കായിരിക്കും, പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ രീതികൾ അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ വിഷുവിൻ്റെ വ്ളോഗുമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു ഏപ്രിലുള്ള ഈ വ്ളോഗ് സീരീസ് ലോങ് വീഡിയോസും ഷോർട്സും ഞാനിത് വിഷു വരെയുള്ള കാര്യങ്ങളാട്ടോ. നോർമലി എല്ലാവരും ഈ സീരീസ് ചെയ്യുമ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്, അതായത് ഡ്രസ്സ് ഇങ്ങനെ മേക്കപ്പ് ഐറ്റംസ് ഇങ്ങനെ ഒരുപാട് വ്ളോഗേഴ്സിന് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പ്രൊമോഷൻ വീഡിയോസൊക്കെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ എനിക്കെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ ഒരു ഡെയിലി വ്ളോഗ്സാണ് ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. ആക്ച്വലി എൻ്റെ ഡേയ്സ് അത്രയും പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയും കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക്